ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ദീവ്സ് ക്രിയേഷൻസ്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല ചെമ്പരത്തി പൂ വെച്ചിട്ട് നല്ല രീതിയിലുള്ളൊരു ജെല്ലാണ് കേട്ടോ. മുടി നന്നായിട്ട് വളരാനും മുടി നന്നായി കറുക്കാനും സ്കിന്നിന് നല്ല ഗ്ലോ തരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ചെമ്പരത്തിപ്പൂ വെച്ചിട്ടുള്ളൊരു ജെല്ല്. അപ്പം നമുക്കിത് വീട്ടിൽ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നല്ല ഫ്രഷായിട്ട് നിൽക്കുന്ന പൂക്കളുണ്ടല്ലോ, 5 ഇതിൽ ചെമ്പരത്തിപ്പൂ കിട്ടുമെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ നല്ല കട്ടിയായിട്ടുള്ള നാടൻ ചെമ്പരത്തിപ്പൂ തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ല മഴയത്ത് നല്ല ഭംഗിയിൽ ഇങ്ങനെ കൊളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു 2-3 പൂവാണ് നമ്മൾ എടുത്തേക്കുന്നത്. നല്ല കളറാണ്. അപ്പം നമ്മൾ ഈ ഒരു ക്രീമിൽ കളറോ ഒരു രീതിയിലുള്ള കെമിക്കൽസ് ഒന്നും ചേർക്കുന്നില്ല. നാച്ചുറലായിട്ട് നമുക്ക് മുടിയിലും സ്കിന്നിലും തേക്കാൻ പറ്റുന്ന ഒരു ജെല്ലാണ്. ഈ ഒരു ജെല്ലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ കെമിക്കൽസ് ഒന്നും ചേർക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്കിത് ഒരു ജെല്ലായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് പുറത്ത് തന്നെ വെച്ച് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ മുടി നന്നായിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും, താരൻ മാറാൻ. ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മുടി നന്നായിട്ട് പൊട്ടിപ്പോവുക, ഡ്രൈനെസ്, ചകിരി പോലെ ഇരിക്കുക. പലവരും കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് മുടി നല്ല റഫായിട്ടിരിക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവുമല്ലോ, അത് മാറാനായിട്ടും അതുപോലെ തന്നെ ഹെയർ ഡൈ ഒക്കെ അടിച്ച് മുടി ഇങ്ങനെ മുറിഞ്ഞു പോയിട്ട് മുടി ഇങ്ങനെ വരണ്ടിരിക്കുന്ന അവസ്ഥ, അതൊക്കെ മാറാനായിട്ട് ഈ ഒരു ജെല്ല് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് എടുക്കേണ്ടത് ഇതുപോലത്തെ ചെമ്പരത്തിപ്പൂവാണ്. ഇതിനകത്ത് കംപ്ലീറ്റ് ചെറിയ ഇലകളെല്ലാം മാറ്റി നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം കേട്ടോ. പൊടിയും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിന്നിനും ഹെയറിനൊക്കെ അത് ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് കഴുകിയിട്ട് പൂക്കളെടുക്കുക. അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുത്ത് ഉലുവയാണ്. ഉലുവയുടെ ഗുണങ്ങൾ അറിയാലോ. അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ്, ഇതെല്ലാം മുടി നന്നായിട്ട് ഗ്രോത്ത് ആവാനും മുടിക്ക് നല്ല കട്ടിയായിട്ട് വളരാനും അതുപോലെ സ്കിന്നിനാണെങ്കിലും നല്ല കളറും നല്ല തിളക്കമൊക്കെ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഈ ഉലുവയും ഫ്ലാക്സ് സീഡ്സൊക്കെ. അപ്പോൾ ഈ ചെമ്പരത്തിപ്പൂടും കൂടി അത് ചെയ്യുമ്പോൾ ഒത്തിരി ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന എല്ലാ സാധനത്തിനും കെമിക്കലുണ്ട്. കെമിക്കലില്ലാത്ത ഒരു സാധനം നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇത് നമുക്ക് നാച്ചുറലായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് വീട്ടിൽ ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഡെയിലി നമുക്ക് ഫ്രിഡ്ജ് വെച്ചാൽ മതി ഉണ്ടാക്കിയിട്ട്. കാരണം നമുക്കിതിനകത്ത് കെമിക്കൽസ് ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് നമ്മളിത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഡെയിലി ആവശ്യത്തിന് എടുത്തിട്ട് ഒരു 2 സ്പൂൺ 3 സ്പൂണൊക്കെ എടുത്താൽ തന്നെ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ, തലയോട്ടിയിലും മുടിയിൽ ഫുള്ളായിട്ട് തേക്കാൻ നല്ലതാണ്. ഫേസിലും അതുപോലെ കയ്യിലും കാലിലൊക്കെ ഡ്രൈനെസ് ഉണ്ടെങ്കിൽ തേക്കാം. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ തേക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കണം. ഒരിക്കലും നമ്മൾ ഫ്ലെയിം കൂട്ടിക്കൊടുത്ത് വേവിച്ചെടുക്കരുത്. അങ്ങനെ വെന്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണം കിട്ടില്ല. എപ്പോഴും ചെറിയ തീയിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് 30 മിനിറ്റോളം ഇളക്കി നന്നായിട്ട് കുറുകി വരണം. കാരണം ആ ഒരു തിക്കായി കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ആ ജെൽ ഫോമിൽ കിട്ടുള്ളൂ. അപ്പോൾ നമ്മളത് നന്നായിട്ട് കട്ടിയാക്കരുത്. അതായത് ഇത് വറ്റിച്ച് നല്ലോണം എടുക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വെന്ത് ഒന്ന് കുറുകി വന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾ ഈ അടുപ്പ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ തിളച്ച് നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. ചെമ്പരത്തിപ്പൂവെല്ലാം നന്നായിട്ട് വെന്ത് അതിൻ്റെ ഗുണങ്ങളെല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു ചെറിയൊരു പനിക്കൂർക്കയുടെ ഇല ഇട്ട് കൊടുക്കാം. പനിക്കൂർക്കയുടെ ഇല ഇട്ട് കൊടുക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ജെല്ലിന് നല്ലൊരു മണം കിട്ടാനാട്ടോ. ഇത് ലാസ്റ്റാണ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് തലമുടിയിൽ ഉണ്ടാകുന്ന പെൻഷനിലൊക്കെ മാറാനായി നല്ലതാണ്. പിന്നെ സ്കിന്നിലാണെങ്കിലും എന്തെങ്കിലും അലർജി പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ മാറണമെങ്കിൽ നല്ലതാണ്. ഇതിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കൂട്ടി കൊടുക്കാം. 1-2 ഇല ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയൊരു ഇല ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇത് നമുക്ക് ആർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ജെല്ലാണ് കേട്ടോ. ഇത് നമ്മുടെ ചാനലിൽ ഇതിൻ്റെ കെമിക്കൽ, അതായത് സാന്തകം യൂസ് ചെയ്തിട്ട്, അതായത് നമുക്ക് ഫ്രിഡ്ജ് വെക്കാതെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു ജെല്ല് പോലെ ഉണ്ടാക്കുന്നതൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ റോസിൻ്റെയും കറ്റാർവാഴയുടെയും അങ്ങനെ കുറേ ജെല്ല് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കെമിക്കൽസ് ഒന്നും ചേർക്കാത്തതാണ്. നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിനിയും അധികം ടൈം കളയേണ്ട ആവശ്യമില്ല. ഇത് അത്യാവശ്യം ഒന്ന് കുറുകി വരുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യണം. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി. ഈ ഒരു കറക്റ്റ് പരുവത്തിന് ഞാനത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ചൂടാറി കഴിയുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ ഈ ഒരു ജെല്ല് നല്ല തിക്കാവും. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ചൂടാറിയിട്ട് മാത്രം അരിക്കാം കേട്ടോ. ഇത് കൂടുതൽ നമ്മൾ വറ്റിച്ചെടുക്കുമ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ അരിപ്പയെ കൂടെ കിട്ടൂല. ഫ്ലാക്സ് സീഡിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ആ ചൂടനെ തന്നെ അങ്ങ് ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് അരിച്ചെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് തണുത്ത് നല്ലോണം കുറുകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും തുണി വെച്ചിട്ട് പിഴിഞ്ഞെടുത്താൽ മതി.
നന്നായിട്ട് തിളച്ചാൽ വറ്റി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ചൂടനെ അങ്ങോട്ട് എടുത്താലേ അപ്പോൾ കൈയും പൊള്ളും, നന്നായിട്ട് പിഴിയേണ്ട വരും. അപ്പോൾ നല്ല ജെൽ ഫോമിൽ കിട്ടും, പക്ഷേ ഇത്തിരി പാടാം. അപ്പോൾ ഇതുപോലെ ഒരു മീഡിയം ലെവലിൽ തിളപ്പിച്ചൊക്കെ എടുത്തിട്ട് ചൂടനെ തന്നെ അരിച്ചെടുക്കുകയാണെങ്കിൽ ചൂടാറി കഴിയുമ്പോൾ ആ ഒരു ജെൽ ഫോമിൽ തന്നെ കിട്ടിക്കോളും. ഇപ്പോൾ കണ്ടല്ലോ നമ്മുടെ ജെല്ല് കറക്റ്റ് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് യാതൊരുവിധ കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. നമുക്കിതിനകത്ത് കെമിക്കൽസ് ചേർത്ത് കളർ ചേർത്തിട്ടും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇട്ടേക്കുന്നതാണ്. അപ്പോൾ ഇത് എപ്പോഴും എന്തുവാ നമ്മുടെ വീട്ടിലെപ്പോഴും ഉള്ള സാധനങ്ങളല്ലേ, ഫ്ലാക്സ് സീഡ്, അതുപോലെ തന്നെ ഉലുവ, ചെമ്പരത്തി, ഇത് നമുക്ക് തുളസിയിലൊക്കെ ഇട്ടിട്ട് അതുപോലെ പനിക്കൂർക്കയൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ചെയ്യാം. അരിവേപ്പില ഇട്ടിട്ടൊക്കെ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടൊക്കെ ചെയ്യാം. അപ്പം കുട്ടികൾക്കൊക്കെ പേൻശല്യമൊക്കെ മാറാനായിട്ടൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ, ഇതിൻ്റെ വേസ്റ്റ് ഒരിക്കലും കളയരുത്. ഇത് നമുക്ക് അരച്ചിട്ട് നമുക്ക് തലയിലൊരു പാക്കായിട്ട് ഇടാം കേട്ടോ. ഹെയർ പാക്കായിട്ട് മുടി വളരാനും അതുപോലെ ഡ്രൈനെസ്സൊക്കെ മുടിയിൽ മാറാനും താരം മാറാനൊക്കെ ഈ പാക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് വേസ്റ്റ് കളയാതെ നിങ്ങളിത് അരച്ചിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് വെറുതെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. മുടി നല്ല ഷാമ്പു കണ്ടീഷണർ ഇട്ട ആ ഒരു എഫക്റ്റ് നമുക്ക് ഹെയറിന് കിട്ടും. അപ്പം നമ്മളിതാ ജെല്ലൊന്ന് തണുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിൽ സ്റ്റോർ ചെയ്യാം. സ്റ്റോർ ചെയ്യുമ്പോൾ എപ്പോഴും എന്തെങ്കിലും നല്ല ബൗളിൽ, നല്ല ഉണങ്ങിയ ബൗൾ, വെള്ളമയമൊന്നും ഇല്ലാത്ത ബൗളിൽ നല്ല തണുത്തതിന് ശേഷം സ്റ്റോർ ചെയ്യാം. അത് നമുക്ക് ഇതൊരു 10-20 ദിവസം വരെ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. പക്ഷേ 2 ദിവസത്തിൽ കൂടുതൽ നമുക്ക് പുറത്തിരിക്കില്ല. നമുക്കിതിനകത്ത് കെമിക്കൽസ് ഒന്നും ചേർക്കാത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം ഇത് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിലെടുത്ത് വെക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ഹെയറിന് ആവശ്യമുള്ളത് എടുത്തിട്ട്, ഇതിപ്പോൾ കുറച്ച് ദിവസത്തേക്കല്ലേ ഉള്ളൂ. നന്നായിട്ട് മുടിയുള്ളവർക്കൊക്കെ 2 പ്രാവശ്യമൊക്കെ തേക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചെമ്പരത്തിപ്പോൾ കൂടുതലുള്ള സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ ജെല്ലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് സോപ്പൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. യാതൊരുവിധ കെമിക്കലും ചേർക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ഹോം മെയ്ഡ് ചെമ്പരത്തിപ്പൂ വെച്ചിട്ടുള്ള ജെല്ലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഈ ദേവീസ് ക്രിയേഷൻ എന്ന് പറഞ്ഞ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക് യു സോ മച്ച്.